ഡോക്ടറെ, എൻ്റെ മെൻസസ് തെറ്റി. ഞാൻ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് വീട്ടിൽ ചെയ്തപ്പം കാർഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അത് പോസിറ്റീവാണ്. അത് ശരിയാണോ? ഇനി എന്താണ് കൺഫർമേറ്ററി ടെസ്റ്റ്? യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ്, കാർഡ് ടെസ്റ്റ് ഒരു 95 to 98% കറക്റ്റാണ്, കൺഫേം ചെയ്യാം. പക്ഷേ കൺഫർമേറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് ബ്ലഡിലുള്ള ഒരു ഹോർമോണാണ് ബീറ്റ HCG എന്ന് പറയുന്നത്. ബീറ്റ HCG നമ്മൾ ചെക്ക് ചെയ്യുമ്പം ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 20, ഈ 20 to 40 ഒക്കെ ആണെങ്കിൽ, മോർ ദാൻ 40 ഒക്കെ ആണെങ്കിൽ പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവാണ്. പക്ഷേ ബിലോ 20 ആണെങ്കിൽ ഇറ്റ് ഈസ് നെഗറ്റീവ്. 20 to 40 ഉള്ളവർ നമ്മൾ കൃത്യം 48 മണിക്കൂർ കഴിഞ്ഞ് റിപ്പീറ്റ് ചെയ്യുക ബീറ്റ HCG. അപ്പം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ അറ്റ്ലീസ്റ്റ് 50% ഡബിൾ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കൺഫർമേറ്ററി ഷീ ഈസ് പ്രഗ്നൻറ്റ്. പിന്നെ നമ്മൾ കൺഫേം ചെയ്യേണ്ടത് സ്കാൻ, അൾട്രാസൗണ്ട് TVS ഡേറ്റിംഗ് സ്കാൻ ചെയ്താണ്. ചില കേസുകളിൽ സ്കാൻ ചെയ്താൽ ഒന്നും കാണൂല, യൂട്രസും ഇല്ല, പുറത്തുമില്ല, ട്യൂബൽ പ്രഗ്നൻസി ഇല്ല. പക്ഷേ ബീറ്റ HCG എന്ന് പറഞ്ഞാൽ ഹോർമോൺ പോസിറ്റീവ് ഷീ ഈസ് പ്രഗ്നൻറ്റ്. ബട്ട് അത് മനസ്സിലാക്കാൻ എല്ലാവർക്കും പ്രയാസം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്. അണ്ടവും ബീജവും കൂടെ ചേർന്നിട്ട് ജസ്റ്റ് കോട്ട് ചെയ്തിട്ട് ബീറ്റ HCG എന്ന് പറഞ്ഞ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു, പിന്നെ അത് ഗ്രോ ചെയ്യുന്നില്ല. അപ്പോൾ അതിന് യൂട്രസിലും ഇല്ല, ബ്ലഡിൽ മാത്രമേ ഉള്ളൂ. അതിനാണ് കെമിക്കൽ പ്രഗ്നൻസി എന്ന് പറയുന്നത്. തന്നെ ഒരു മെൻസസ് പോലെ, ഡിലേഡ് മെൻസസ് പോലെ ബ്ലീഡിങ് വന്ന് അങ്ങനെ പൊക്കോളും. പിന്നെ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബീറ്റ HCG നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഈ ബീറ്റ HCG എന്ന് പറഞ്ഞ ഹോർമോൺ കൺഫർമേറ്ററി ടെസ്റ്റ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അൾട്രാസൗണ്ട് TVS ഡേറ്റിംഗ് സ്കാൻ ചെയ്ത് ട്യൂബൽ ഗർഭം ഇല്ലാന്നും കൂടെ വയബിലിറ്റിയും കൂടെ ഉറപ്പ് വരുത്തേണ്ടത് അത്യാവശ്യമാണ്.